മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറിയം ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോട് കൂടെ എന്ന അർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. ഇരുളിൽ പ്രകാശം പരത്തിക്കൊണ്ട് ഒരു നക്ഷത്രം ഉദിച്ചതിൻ്റെ ഓർമ്മ പുതുക്കുന്ന ഈ പുണ്യദിനം കേവലം ഒരു ആഘോഷം മാത്രമല്ല, സ്നേഹത്തിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും പ്രത്യാശയുടെയും ഏറ്റവും മഹത്തായ സന്ദേശമാണ്. ഈശോയുടെ ജനനം നടന്ന ആ എളിയ പുൽക്കൂട് അധികാരത്തിൻ്റെയോ സമ്പത്തിൻ്റെയോ ആർഭാടങ്ങളില്ലാതെ ലോകത്തിന് നൽകിയ സന്ദേശം സാഹോദര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആണ്. മിശിഹായുടെ ജനനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ കാത്തിരിപ്പ് പാഴാകുന്നില്ല എന്നതാണ്. കാരണം ദൈവം എപ്പോഴും നിശബ്ദതയിൽ പ്രവർത്തിക്കുന്നു. മറ്റൊരാൾക്ക് ഒരു പുഞ്ചിരി സമ്മാനിക്കുമ്പോഴോ വേദനിക്കുന്നവന് ഒരു കൈത്താങ്ങ് നൽകുമ്പോഴോ ആണ് ക്രിസ്തുമസ് കൂടുതൽ അർത്ഥപൂർണമാകുന്നത്. സമാധാനത്തിന്റെ രാജകുമാരന്റെ ജനനം നമ്മുടെ ഹൃദയങ്ങളിലും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും തിരിതെളിക്കട്ടെ. അങ്ങനെ ഈ ലോകം മുഴുവൻ ആ പ്രകാശം പരക്കട്ടെ. ഉണ്ണീശോയെ, സ്നേഹിച്ചും ക്ഷമിച്ചും കരുണയോടെ ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകൾ.